ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര രൂപ ചിലവ് വരും? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓസ്ട്രേലിയൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ എക്സാംസ് ആയ എൻക്ലെക്സാറിനും മോസ്കിയും ലാംഗ്വേജ് ടെസ്റ്റും ഈ ഒരു 3 എക്സാംസ് മാത്രം കംപ്ലീറ്റ് ചെയ്യുന്നതിന് തന്നെ അത്യാവശ്യം ഹ്യൂജ് എമൗണ്ട് വരുന്നുണ്ട്. ഓസ്ട്രേലിയൻ പ്രോസസ്സിൻ്റെ എക്സ്പെൻസിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ഒരു 5 അല്ലെങ്കിൽ 5.5 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നത്. ഓസ്കി എക്സാമിനേഷൻ ഓസ്ട്രേലിയയിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം ഫീസ് മാത്രം പേ ചെയ്തിട്ട് കാര്യമില്ല. ഓസ്ട്രേലിയയിൽ പോയി എക്സാം അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരേണ്ട ഒരു പ്രൊസീജിയറിന് വേണ്ടി അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ 2 മുതൽ 3 ആഴ്ച വരെ ഓസ്ട്രേലിയയിലെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യേണ്ടതുണ്ട്. സ്റ്റേ ചെയ്യുമ്പോഴേക്കും ഏകദേശം 75,000 ഇന്ത്യൻ മണിയാണ് അക്കോമഡേഷന് വേണ്ടിയിട്ട് മാത്രം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര രൂപ ചിലവ് വരും? എല്ലാവർക്കും അറിയായിരിക്കും ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ചിലവ് വരുന്നൊരു കാര്യമാണുള്ളത്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന നഴ്സസ് ചോദിക്കാറുണ്ട്, 5 ലക്ഷം അല്ലെങ്കിൽ ഒരു 5.5 ലക്ഷം ഒക്കെ കൊണ്ട് ഓസ്ട്രേലിയൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പലരും പറഞ്ഞിരുന്നു. സോ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. സോ ഡെസ്മ ഇന്റർനാഷണൽ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസി ആയതുകൊണ്ട് ഇതിനൊരു ക്ലാരിറ്റി തരണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതിയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓസ്ട്രേലിയൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ എക്സാംസ് ആയ എൻക്ലെക്സാറിനും മോസ്കിയും ലാംഗ്വേജ് ടെസ്റ്റും ഈ ഒരു 3 എക്സാംസ് മാത്രം കംപ്ലീറ്റ് ചെയ്യുന്നതിന് തന്നെ അത്യാവശ്യം ഹ്യൂജ് എമൗണ്ട് വരുന്നുണ്ട്. എൻക്ലെക്സാറിന് എക്സാമിന് ഒരു 35,000 രൂപയും ഓസ്കി എക്സാമിന് 2.25 ലക്ഷം രൂപയും പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതുകയാണെങ്കിൽ ലൈക്ക് OET ഒക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 30,000 to 35,000 കോസ്റ്റ് വരുന്നുണ്ട്. ഈ 3 എക്സാംസിൻ്റെ കോസ്റ്റ് കൂടി ആഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 3 ലക്ഷം രൂപ വരുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് 5.5 ലക്ഷം രൂപയ്ക്ക് ഓസ്ട്രേലിയൻ പ്രോസസ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? അത് പോസിബിൾ അല്ല. ഓസ്ട്രേലിയൻ പ്രോസസ്സിൻ്റെ എക്സ്പെൻസിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ഒരു 5 അല്ലെങ്കിൽ 5.5 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് ആവശ്യമാണ്, എക്സാം ഫീസ് അടയ്ക്കേണ്ടതുണ്ട്, അത് കൂടാതെ കോച്ചിങ് എടുക്കണം അല്ലേ. കോച്ചിങ് എടുക്കാതെ ഈ ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ പ്രോസസ്സിൻ്റെയോ വേറെ ഏത് കൺട്രിയിലെ എക്സാമിനേഷൻ ആണെങ്കിലും നമ്മളത് പ്രിഫർ ചെയ്യാറില്ല. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവണം എന്നുള്ളത് കൊണ്ട് നല്ലൊരു കോച്ചിങ് തന്നെയാണ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജായ എൻക്ലെക്സാറിന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 1 മുതൽ 1.5 ലക്ഷം രൂപ കോസ്റ്റ് വരുന്നുണ്ട്. എൻക്ലെക്സാറിന്റെ കോച്ചിങ് 2 തരത്തിൽ അവൈലബിൾ ആണ്. കേരളത്തിൽ നിന്നുള്ള കോച്ചിങ് ഉണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് അവിടുത്തെ RNs പ്രൊവൈഡ് ചെയ്യുന്ന കോച്ചിങ്ങും ഉണ്ട്. ഈ 2 കോച്ചിങ് തമ്മിൽ അത്യാവശ്യം ഡിഫറൻസ് വരുന്നുണ്ട്. ഒരു കോച്ചിങ് ആണെങ്കിൽ റെക്കോർഡിങ്സ് ഉണ്ടാവില്ല, വേറൊരു കോച്ചിങ്ങിന് റെക്കോർഡിങ്സ് ഉണ്ടാവും. പിന്നെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള കോച്ചിങ് എന്ന് പറയുമ്പോൾ അത് അവിടുത്തെ ഓസ്ട്രേലിയൻ RNs തന്നെയാണ് പഠിപ്പിക്കുക. അപ്പോൾ അവരുടെ സാലറിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു കോച്ചിങ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് 1 മുതൽ 1.5 ലക്ഷം രൂപ നമുക്ക് എൻക്ലെക്സാറിന് വേണ്ടി മാത്രം ചിലവ് വരുമെന്ന് പറഞ്ഞത്. ഇനി സെക്കൻഡ് സ്റ്റേജ് നോക്കാം. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഓസ്കി ആണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഓസ്കി എക്സാമിനേഷൻ ഓസ്ട്രേലിയയിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം ഫീസ് മാത്രം പേ ചെയ്തിട്ട് കാര്യമില്ല. ഓസ്ട്രേലിയയിൽ പോയി എക്സാം അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരേണ്ട ഒരു പ്രൊസീജിയറിന് വേണ്ടി അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. ഓസ്കി എക്സാമിനേഷൻ ഫീസ് 4,000 ഓസ്ട്രേലിയൻ ഡോളർ ആണ്. അത് ഏകദേശം 2.25 ലക്ഷം രൂപ വരും എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി എക്സ്പെൻസ് എന്തൊക്കെയാണ് ഓസ്കിക്ക് വേണ്ടിയിട്ട് വരുന്നത്? ഓസ്കി എക്സാമിനേഷൻ ഓസ്ട്രേലിയയിൽ തന്നെ നടക്കുന്നത് കൊണ്ട് കോച്ചിങ്ങും ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പല ലോക്കൽ കോച്ചിങ് സെൻറ്റേഴ്സ് അവൈലബിൾ ആണെങ്കിലും സക്സസ് റേറ്റ് വളരെ കുറവുമാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല. അതുകൊണ്ട് ഡെസ്മ ഇന്റർനാഷണൽ കാൻഡിഡേറ്റ്സ് എല്ലാവരും തന്നെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള കോച്ചിങ് ആണ് എടുക്കാറുള്ളത്. ഓസ്ട്രേലിയയിൽ നിന്നുള്ളൊരു കോച്ചിങ് എടുക്കുമ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും. ഏകദേശം 1.25 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് കോച്ചിങ് ഫീസ് വരുന്നത്. ഓസ്ട്രേലിയൻ RNs ആണ് പഠിപ്പിക്കുക. അപ്പോൾ തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇനി കോച്ചിങ് മാത്രം കൊണ്ട് കാര്യമില്ല അല്ലേ, നിങ്ങൾക്ക് അവിടെ ഓസ്ട്രേലിയയിൽ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഫിസിക്കലി നിങ്ങൾ അവിടെ എത്തണം. അങ്ങനെ ഓസ്ട്രേലിയയിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ടിക്കറ്റ് ചാർജ് സീസൺ അനുസരിച്ച് വേരി ചെയ്യുമെങ്കിലും മിനിമം 40,000 റുപ്പീസ് മുതൽ 1 സൈഡ് കിട്ടുന്നുണ്ട്. 40,000 മിനിമം ആണ്. അത് അപ് ടു 75,000 ഇന്ത്യൻ മണി വരെ വന്ന ടൈമുകളുണ്ട്. 1 ലാഖും എത്തിയിട്ടുണ്ട്. സോ നമുക്ക്
എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം മീഡിയം റേഞ്ചോ അല്ലെങ്കിൽ കുറച്ച് കൂടുതലോ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. 75 നമ്മൾ വെക്കുകയാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ടിക്കറ്റിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് ആവുന്നുണ്ട്. ഇനി ഇത് കൂടാതെ അവിടെ നമ്മൾ ചെന്ന് കുറച്ച് നാൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം ഓസ്ട്രേലിയയിൽ നിന്നുള്ള കോച്ചിങ് എടുക്കണം. കോച്ചിങ് എടുത്ത് ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ ഡേ കിട്ടുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ റിട്ടേൺ ടിക്കറ്റും ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ 2 മുതൽ 3 ആഴ്ച വരെ ഓസ്ട്രേലിയയിലെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യേണ്ടതുണ്ട്. സ്റ്റേ ചെയ്യുമ്പോഴേക്കും ഏകദേശം 75,000 ഇന്ത്യൻ മണിയാണ് അക്കോമഡേഷന് വേണ്ടിയിട്ട് മാത്രം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഇതും സീസൺ അനുസരിച്ച് കുറയുകയും കൂടുകയും ചെയ്യാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്ര നാൾ നിൽക്കുന്നു അല്ലെങ്കിൽ എത്ര ദിവസം നിൽക്കുന്നു അതനുസരിച്ചിട്ടാണ് അക്കോമഡേഷൻ്റെ പേയ്മെൻറ്റും വരുന്നത്. ഇനി ഫുഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലോ 2 ഓപ്ഷനാണുള്ളത്. ഗ്രോസറീസ് വാങ്ങിച്ച് കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ അങ്ങനെയുള്ളൊരു ഓപ്ഷനുണ്ട്. കിച്ചൺ യൂട്ടൻസിൽസ് എല്ലാം ഈ ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റിയിൽ അവൈലബിൾ ആയിരിക്കും. അതല്ലാതെ പുറത്ത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണമെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും. സോ ഈ 2 കാറ്റഗറിയിലുള്ള അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാൻഡിഡേറ്റ് ഏത് ചൂസ് ചെയ്യുന്നു അതനുസരിച്ചിട്ടായിരിക്കും അവരുടെ പേയ്മെൻറ്റ് വരിക. പുറത്ത് പോയി അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എമൗണ്ട് വരുന്നുണ്ട്. അടുത്തതായി വരുന്ന എക്സ്പെൻസ്, നിങ്ങൾ ഓസ്ട്രേലിയയിൽ ചെന്ന് കഴിഞ്ഞ് ചെറിയ ട്രാവൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ക്യാബ് വിളിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ബസ്സിൽ പോകുന്നത്, അങ്ങനെ വരുന്ന ചെറിയ ചെറിയ എക്സ്പെൻസും അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ്റെ സെക്കൻഡ് പാർട്ടായ OSCE എക്സാമിനേഷന് പോകുമ്പോൾ ഏകദേശം ഒരു 5 മുതൽ 6 ലക്ഷം രൂപ വരെ കോസ്റ്റ് വരുന്നുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എക്സാം ഫീസ് 4000 ഓസ്ട്രേലിയൻ ഡോളർ അല്ലെങ്കിൽ ഒരു 2.25 ലക്ഷം രൂപ വരുന്നുണ്ട്. കോച്ചിങ് ഫീസ് ഒരു 1.5 ലക്ഷം രൂപ കൂട്ടാം. പിന്നെ അക്കോമഡേഷൻ 75,000, ഫുഡ് ആൻഡ് ട്രാവലിംഗ് എക്സ്പെൻസ് ഒരു 1000 അല്ലെങ്കിൽ ഒരു 750 ഓസ്ട്രേലിയൻ ഡോളർ കൂട്ടാം. ടിക്കറ്റ് ചാർജസ് അപ്പ് ആൻഡ് ഡൗൺ ഒരു 1.5 ലാക്സ് കൂട്ടാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 ലക്ഷം രൂപ മാത്രം വരുന്നുണ്ട്. സോ OSCEക്ക് പോകുമ്പോൾ 5 മുതൽ 6 ലക്ഷം രൂപ എന്തായാലും സ്പെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇതിന് ശേഷം ഫൈനൽ രജിസ്ട്രേഷൻ്റെ പേപ്പർ വർക്ക് വരുന്നുണ്ട്. ഫൈനൽ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ വെരിഫിക്കേഷൻസ് ലൈക്ക് കോളേജ് വെരിഫിക്കേഷൻ, കൗൺസിൽ വെരിഫിക്കേഷൻ, പോലീസ് ക്ലിയറൻസ്, എംപ്ലോയർ വെരിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. അത് ഓരോരുത്തരുടെ കൗൺസിലും എവിടെയാണ് പഠിച്ചത്, ഏത് കോളേജാണ്, അതൊക്കെ അനുസരിച്ചിട്ട് ആ ഒരു എക്സ്പെൻസും വേരി ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാതെ ഏജൻസി ഉണ്ടെങ്കിൽ ഏജൻസിയുടെ പേയ്മെന്റും വരും. ഇത്രയും കോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ 8 to 8.5 ലാക്സ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വേണ്ടി വരാറുണ്ട്. ഇതിൽ പറയാത്തൊരു കാര്യമാണ് OSCEയുടെ വിസിറ്റിംഗ് വിസ എന്നുള്ളത്. OSCEയുടെ വിസിറ്റിംഗ് വിസ സമയത്ത് അതിൻ്റെ ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. അത് കൂടാതെ ഷോ മണി കാണിക്കണം. ഷോ മണി ഒരിക്കലും നമ്മൾക്ക് ഈ ഒരു എക്സ്പെൻസിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. കാരണം അത് നിങ്ങൾ പ്രൂഫ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വിസ ഗ്രാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ എപ്പോഴാണെന്ന് വെച്ചാൽ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്ന എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടോട്ടൽ എക്സ്പെൻസിൽ ഈ ഒരു ഷോമണിയുടെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടില്ല. ഡെസ്മ ഇന്റർനാഷണൽ ത്രൂ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പ്രോസസ് ചെയ്യുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ എന്തൊക്കെ അസിസ്റ്റൻസ് ആണ് ഡെസ്മ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ വരുന്ന അക്കൗണ്ട് ക്രിയേഷൻ, NCLEX-Rന്റെ കോച്ചിങ് അസിസ്റ്റന്റ്, പോർട്ട്ഫോളിയോ സബ്മിഷൻ, NCLEX-Rന്റെ എക്സാം ബുക്കിംഗ്, OSCE വിസിറ്റിംഗ് വിസ പ്രൊസീജിയർ, OSCE വിസിറ്റിംഗ് വിസ ആപ്ലിക്കേഷൻ, OSCEയുടെ എക്സാമിനേഷൻ, OSCEയുടെ എക്സാം ഡേറ്റ് ബുക്കിംഗ്, OSCE എക്സാമിനേഷന് പോകുമ്പോഴുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് അസിസ്റ്റൻസ്, അക്കോമഡേഷൻ അസിസ്റ്റൻസ്, OSCE അറ്റൻഡ് ചെയ്ത് പാസ്സായതിനു ശേഷമുള്ള ഫൈനൽ രജിസ്ട്രേഷന്റെ പേപ്പർ വർക്ക് ലൈക്ക് വെരിഫിക്കേഷൻ, പോലീസ് ക്ലിയറൻസ്, ലാസ്റ്റ് സ്റ്റേജിൽ വരുന്ന ഇന്റർവ്യൂ അസിസ്റ്റൻസ് ആൻഡ് പെർമനന്റ് റെസിഡൻസി വിസ അസിസ്റ്റൻസ്. ഇത്രയും കാര്യങ്ങൾ ഡെസ്മ ഇന്റർനാഷണൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു നേഴ്സ് വന്നു കഴിഞ്ഞാൽ, ഓസ്ട്രേലിയൻ പ്രോസസ്സിന് വന്നു കഴിഞ്ഞാൽ അവർ ഓസ്ട്രേലിയയിൽ PR കിട്ടി സെറ്റിൽ ആവുന്നത് വരെയുള്ള എല്ലാ അസിസ്റ്റൻസും ഡെസ്മ ഇന്റർനാഷണൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ താല്പര്യമുള്ള നഴ്സസ് ആണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.